സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സുറുമി പതിവിൽ നേരത്തെ എഴുന്നേറ്റു. തലക്ക് വല്ലാത്തൊരു ഭാരം പോലെ. രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കും നെഞ്ചിലൊരു കനം വന്നു മൂടി. ഉറങ്ങുകയായിരുന്നപ്പോൾ എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനും ഇല്ല, ഒന്നും അറിയുകയും വേണ്ട. ഈ മനസ്സിലെ ഭാരം ഒന്നൊഴിയണമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങിക്കിട്ടണം. അതുവരെ ഉള്ള നീറി പുകഞ്ഞുകൊണ്ടിരിക്കും. അവളൊരു നിശ്വാസത്തോടെ കിടക്ക വിട്ട് എഴുന്നേറ്റു. രാത്രി എപ്പോഴാണ് കണ്ണൊന്ന് ചിമ്മിയത്? മനസ്സ് അസ്വസ്ഥമായത് കൊണ്ടായിരിക്കും നേരത്തെ തന്നെ ഞെട്ടി ഉണർന്നതും. സമയം നോക്കിയപ്പം പുലർച്ചെ 5 ആയിട്ടുള്ളൂ. എഴുന്നേറ്റ് ഫ്രഷായി നമസ്കാരവും പ്രാർത്ഥനയും കഴിച്ചു. പ്രാർത്ഥനയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് മഷുവിൻ്റെ പേരായിരുന്നു. ഇന്നലെ രാത്രി നടന്നതൊക്കെ അറിയുമ്പോൾ പാവം ഒരുപാട് വിഷമിക്കും. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഓരോന്ന് പറയുമ്പോഴും ആളുടെ വാക്കുകളിൽ ആവോളം നോവ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മനസ്സിലെ ഭാരം ഞാൻ ഒഴുകിക്കളയുമ്പോൾ മറുവശം ആളുടെ നെഞ്ചു പിഴയുന്നത് എനിക്കറിയാമായിരുന്നു. പടച്ചോനെ, മനസ്സുറപ്പ് കൊടുക്കണേ, എല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ. പ്രാർത്ഥന കഴിഞ്ഞതും കുറച്ചു നേരം കൂടി കട്ടിലൊന്ന് ചുരുണ്ടുകൂടി. ഓരോന്നോർത്ത് എന്തു നേരിടാനുള്ള കരുത്ത് സ്വയം ആർജിച്ചെടുക്കും. വാപ്പച്ചി ഇന്നലെ അവളെ സംബോധന ചെയ്ത ഓരോ വാക്കുകളും അവളുടെ കാതിൽ അലയടിച്ചു. ധിക്കാരിയെന്നും അഹങ്കാരിയെന്നും നന്ദി കെട്ടവളെന്നുള്ള അയാളുടെ വാക്കുകൾ അവളുടെ മനസ്സിനെ കൂടെ അസ്വസ്ഥമാക്കി. ഇനിയും ഓർക്കാൻ ഇഷ്ടമില്ലാത്തവളെ പോലെ അവൾ കണ്ണുകൾ ഇറുകിയടിച്ചു. ഓരോ പണികളും വേഗം തീർത്തു. കോളേജിലേക്ക് പോകാനായി അവൾ ഒരുങ്ങിയിറങ്ങി. ഭക്ഷണം കഴിക്കുമ്പോഴാണ് വാപ്പച്ചി വന്നത്. 2 കയ്യിലും സാധനം നിറച്ച കവറുകളുണ്ട്. കടയിൽ നിന്നും സാധനം വാങ്ങി വരുന്നതാകുന്നവൾ ഊഹിച്ചു. ഇന്നലെ കാണാമെന്ന കൂട്ടർ വിളിച്ചിരുന്നു. അവർക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ചെക്കന് എന്തോ ഒരു താല്പര്യക്കുറവെന്നാ പറഞ്ഞേ. എങ്ങനെയാ പറ്റുക? മുഖം വീർപ്പിച്ച് കൊന്നല്ല തല പൊക്കൂല എന്ന് മട്ടിലായിരുന്നല്ലോ എൻ്റെ മൂക്ക്. ഉമ്മയോടാണ് പറയുന്നതെങ്കിലും കണ്ണുകൾ അവളുടെ മേലായിരുന്നു. മുഖമേത്തിയൊന്ന് നോക്കാൻ പോലും മെനക്കെടാതെ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേറ്റു. ഇട്ടിരിക്കുന്ന തട്ടം കൊണ്ട് ഉമ്മ കണ്ണീരൊപ്പുന്നത് അവൾ നോക്കാതെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. കഴുകൈക്ക് തിരിഞ്ഞപ്പോൾ പുറകിൽ സൽമാനെ. വാപ്പച്ചി പറഞ്ഞത് കേട്ടെന്ന് വ്യക്തം. നിർവികാരതയോടെ അവനെ നോക്കി ആരോടൊന്നും പറയുക പോലും ചെയ്യാതെ അവൾ ധൃതിയിൽ നടന്നകുന്നു. ദിവസങ്ങൾ ശരവേഗത്തിൽ മറിമറിഞ്ഞു. ദിവസം കഴിയുന്തോറും സുറുമി അവളിലേക്ക് തന്നെ ചുരുങ്ങുകയായിരുന്നു. കോളേജിൽ ചെന്നാൽ ഹന ചോദിച്ചതിന് മാത്രം 1-2 വാക്കിൽ ഉത്തരം പറയും. സഫിയെ കാണുമ്പോൾ വരൻ്റെ ഒരു ചിരി സമ്മാനിക്കും. വീട്ടിലെത്തിയാൽ അവളുടേതായ പണികളിൽ മുഴുകി രാത്രിയാക്കും. സൽമാനെ പോലും കാത്തു നിൽക്കാതെ വേഗം റൂമിൽ കയറി വാതിലടക്കും. രാത്രി മിക്ക ദിവസങ്ങളിലും അവൻ വന്ന് വാതിൽ മുട്ടി വിളിക്കുമെങ്കിലും അവളതിനെ കേട്ടതായി പോലും ഭാവിക്കാറില്ല. ഉറങ്ങിയത് അവൻ ധരിക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൽ ചുരുണ്ടുകൂടും. രാവിലെ അവൻ എഴുന്നേറ്റ് വന്നതിന് മുമ്പ് അവൾ കോളേജിൽ പോവുകയും ചെയ്യും. ഉമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്തെങ്കിലും പറഞ്ഞാലായി. വാപ്പച്ചി എന്നൊരാൾ അവിടെ ഉള്ളതുപോലും അവളുടെ നിഘണ്ടുവിലില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആയാലും വെള്ളിയാഴ്ചകളിൽ അവളുടെ കണ്ണും കാതും വാപ്പച്ചിയുടെ റൂമിലെ ലാൻഡ് ഫോണിലേക്ക് നീളും. പക്ഷേ കഴിഞ്ഞുപോയ 2 വെള്ളിയാഴ്ചയും നിരാശയായിരുന്നു ഫലം. റംസാൻ കൂട്ടുകാരുമൊത്ത് ട്രിപ്പ് പോയ ദിവസം സമീറ മക്കളെയും കൊണ്ട് വലിയടുത്തെത്തി. അവൾ രാവിലെ എത്തിയപ്പോഴേക്കും സുറുമി കോളേജിലും സൽമാൻ കമ്പനിയിലേക്കും പോയിരുന്നു. ഫെറയ്ക്ക് ചെറിയൊരു പനിക്കോളുണ്ടായതുകൊണ്ട് ഫഹീമിനെ സ്കൂളിലാക്കി ഫെറയും കൊണ്ടാണ് അവൾ വന്നത്. സുറുമിയെക്കുറിച്ചുള്ള ആകുലത ഉമ്മ സമീറയുമായി പങ്കുവച്ചു. സമീറയും അവളുടെ കാലത്തിൽ ദുർബലയായിരുന്നു. വാശിക്കാരിയാണ്. മഷൂദുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാത്തതിലേറെ അവളെ തകർത്തിട്ടുണ്ടാവുക മറ്റൊരാലോചന കൊണ്ടുവന്നതായിരിക്കും. അതിനെതിരെയുള്ള അവളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ മൗനം പോലും. പക്ഷെ സൽമാൻ പോലും അവളെ മുഖം കൊടുക്കുന്നില്ലെന്നത് സമീറയെ ആശയക്കുഴപ്പത്തിലാക്കി. അവൾ വന്ന് സംസാരിക്കുന്നു ഉമ്മക്ക് സമീറ വാക്കുകൊടുത്തു. ഉമ്മയെക്കുറിച്ച് ആലോചിക്കെ സമീറയ്ക്ക് അവരോട് സഹതാപം തോന്നി. പാവാണ്. വാപ്പച്ചിയെ അനുസരിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. വാപ്പച്ചിയുടെയും മക്കളുടെയും വാശിയേറിയ ചെയ്തുകളിൽ നീറുന്നത് ആ അമ്മ മനസ്സാണ്. ഉച്ച കഴിഞ്ഞതോടെ ഫെറയുടെ പനി കൂടി. പൊള്ളുന്ന പനിയും തലവേദനയും. ഡോക്ടറെ കാണിക്കാൻ സൽമാൻ വിളിക്കാനൊരുങ്ങിയെങ്കിലും വാപ്പച്ചി കാറിൻ്റെ ചാവി എടുത്ത് ഇറങ്ങിയപ്പോൾ അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. ഡോക്ടറെ കാണാൻ തിരിച്ചപ്പോഴേക്കും ഒരു മയക്കമെന്ന പോലെ ആകാശത്ത് കാർമേഘം ഇരുണ്ടു മൂടിയിരുന്നു. വേനൽ മഴയുടെ വരവറിയിച്ചുകൊണ്ട് ഇളം തണുത്ത കാറ്റും വീശിയടിച്ച് തുടങ്ങിയിരുന്നു. വാപ്പച്ചി, നല്ല മഴക്കോളുണ്ടല്ലോ. ചുറ്റും നോക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. 2 കൈയിലുമായി ഫെറയെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പനി വന്നാകെ ക്ഷീണിച്ച് കിടക്കുകയാണ് അവൾ. നല്ല തണുത്ത കാറ്റുണ്ട്. എവിടെയും നല്ല തിമിർത്ത് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് നല്ല തിമിർത്തൊന്ന് പെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ മൂടിക്കെട്ടിയാണെങ്കിൽ ഉള്ള വെള്ളം കൂടി വറ്റിപ്പോകും.
അത് പെയ്യുന്നു എന്നറിഞ്ഞാൽ ചൂടിന് നല്ല ആക്കവും കിട്ടുമായിരുന്നു. ശരിയാ, ജനുവരി കഴിയുന്നതല്ലേ ഉള്ളൂ, പക്ഷെ എന്താ ചൂടല്ലേ. വാപ്പച്ചി, സമയം 4 സൂർമിയുടെ കോളേജ് വിട്ടുകണം. ഇപ്പം പോയ അവളെ കൂടെ കൂട്ട. മഴ പെയ്ത് അവളാകെ പെട്ടുപോകും. വാച്ച് സമയം നോക്കുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു. അയാളൊരു നിമിഷം മൗനമായി. അവൾ എനിക്കൊപ്പം വരുമോ? ഞാനാണ് ഓടിക്കുന്നതെന്ന് കണ്ട അയാളുടെ വാക്കുകളിൽ വേദന നിയലിച്ചു. സമീറ അത്ഭുതത്തോടെ വാപ്പച്ചിയെ നോക്കി. വാപ്പച്ചിയുടെ മുഖത്തപ്പോൾ വാശിയോ ദേഷ്യമോ അല്ല സമീറ കണ്ടത്. സുർമിയുടെ സ്വഭാവമാറ്റത്തിലും വേദനയും നിസ്സഹായതയും കലർന്ന അയാളുടെ ഭാവം പ്രതീക്ഷയുടെ സൂചനയാണെന്നത് സമീറ സന്തോഷത്തോടെ മനസ്സിലാക്കി. അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല വാപ്പച്ചി. വാപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ അവളെ. വാപ്പച്ചി വണ്ടി നേരെ കോളേജിലേക്ക് വിട്. അവൾ പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ അയാൾ വണ്ടി കോളേജിലേക്ക് വിട്ടു. അവർ അവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. 2 വർഷത്തേക്കായി പോകാനുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് കുട്ടികൾ മാത്രം. നേരം ഇരുട്ടിയ പോലെ ആകാശം കറുത്തിരുന്നതിനാൽ അകലെ നിന്ന് കുട്ടികളുടെ മുഖവും വ്യക്തമല്ലായിരുന്നു. ഇതിലിപ്പോൾ അവളെങ്ങനെ കണ്ടുപിടിക്കുക? വാപ്പച്ചി കുറച്ച് മുന്നോട്ടെടുത്തേ, അവിടെ സൈഡാക്കാം. അവളതിൽ കണ്ടെങ്കിൽ നമ്മുടെ കാറ് കാണുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. മുന്നിൽ കാണുന്ന കുട്ടികളുടെ കൂട്ടം നോക്കി സമീറ പറഞ്ഞു. അവൾ പറഞ്ഞതുപോലെ അവൾക്ക് കുറച്ച് ഇപ്പുറത്തായി ഓരോരും ചേർന്ന് അയാൾ കാറ് നിർത്തി. സഫ. സുർമിയെ തിരിഞ്ഞ് ചുറ്റുഭാഗവും കണ്ണോടിക്കുന്നതിൽ സഫയെ കണ്ടപ്പോൾ സമീറ പെട്ടെന്ന് കണ്ട ആവശ്യത്തിൽ പറഞ്ഞതാണെങ്കിലും പിന്നെയാണ് വാപ്പച്ചി അടുത്തിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത്. ആ ഓർമ്മയിൽ അവളൊന്ന് നാക്കിളിച്ചു. മാമിയുടെ. സമീറയിൽ നിന്ന് സഫയുടെ പേര് കേട്ടതും മടിയിൽ തളർന്നു കിടക്കുന്ന ഫെറ ആയാസപ്പെട്ട് കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ നോക്കി. ഫെറയുടെ ചോദ്യം കൂടെ കേട്ടപ്പോൾ ഉള്ളിൽ തോന്നിയ ചെറിയൊരു പേടിയോടെ അവൾ അയാളെ പാളി നോക്കി. ഇല്ല, അയാളുടെ മുഖത്തോ കണ്ണുകളിലോ വെറുപ്പിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ അതൃപ്തിയുടെയോ കാണുക പോലുമില്ല. മറിച്ച് അയാളുടെ കണ്ണുകൾ ആകാംക്ഷയുടെ ചുറ്റുഭാഗവും എന്തോ തിരയുന്നുണ്ടായിരുന്നു. വാപ്പച്ചി, അതാ സഫ, സൽമാൻ്റെ അല്ല മഷുവിൻ്റെ പെങ്ങള്. അയാളുടെ മുഖത്ത് ആകാംക്ഷ മനസ്സിലാക്കിയ സമീറ അവസരം പായാക്കാതെ പറഞ്ഞു. അപ്പോഴേക്കും ഫെറ പണിപ്പെട്ട് സമീറയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കാറിൻ്റെ ഡാഷ്ബോർഡിൽ കൈക്കുത്തിയിരുന്നു കൊണ്ട് ചുറ്റും നോക്കാൻ തുടങ്ങിയിരുന്നു. ഏതാ കുട്ടി? ആ പച്ചക്കളർ ചുരിദാറാണോ? വാക്കുകളിൽ ആകാംക്ഷ. അല്ല വാപ്പച്ചി, അതിൻ്റെ പുറകിലൊരു ലൈറ്റ് ബ്ലൂ ഷാൾ കണ്ടോ? അത് കേട്ടതും അയാൾ കാറ് കുറച്ചത് മുമ്പിലേക്ക് എടുത്തു. സഫ നിൽക്കുന്നതിൻ്റെ കുറച്ചിപ്പുറത്തായി കാറ് കൊണ്ട് നിർത്തി. പക്ഷെ അവളതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇരുണ്ടു മൂടി കിടക്കുന്ന ആകാശത്തെയും കയ്യിലെ വാച്ചിലേക്കും ബസ് വരുന്നുണ്ടോയെന്നും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ. ആ നിഷ്കളങ്കമായ മുഖം മഴ വരുന്നുണ്ടോ എന്ന പരിഭ്രാന്തിയിൽ ബസ് വരാത്തതിലുള്ള നിരാശയിലും ആകുലപ്പെട്ടിരിക്കുകയാണ്. അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സൽമാൻ്റെ കാറ് കണ്ടത്. ഒരു ചിരിയോടെ അവൾ കാറിൻ്റെ അടുത്തേക്ക് വന്നതും സമീറ ഗ്ലാസ് താഴ്ത്തി. സമീറയെ കണ്ട ചിരിയോടെ കുനിഞ്ഞപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ള വാപ്പച്ചിയെ അവൾ കണ്ടത്. വാപ്പച്ചി? അത്ഭുതത്തോടെ അവളുടെ ചുണ്ടുകൾ മൊയ്ഞ്ഞു. നിനക്ക് കണ്ടപ്പോൾ ആളെ മനസ്സിലായല്ലോ. ഇതാണ് ഞങ്ങളുടെ വാപ്പച്ചി. സമീറ ചിരിയോടെ പറഞ്ഞപ്പം അവൾ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിച്ചു. ഹലോ, എന്തു പറ്റി മോക്ക്? സുഖമില്ലേ? ആകെ ക്ഷീണിച്ചല്ലോ. കൈ എത്തിച്ച് ഫെറയുടെ മുടി മാടി വെടുക്കുന്നതിനോടൊപ്പം അവൾ ചോദിച്ചു. പനിയാണ്. ഡോക്ടറെ കാണിച്ച് വരുന്ന വഴിയാ. തീരെ വയ്യായിരുന്നു. ഇപ്പം ടാബ്ലറ്റ് വെച്ചപ്പോൾ കുറവുണ്ട്. പറയുന്നതിനോടൊപ്പം മടിയിലേക്ക് ചാഞ്ഞു കിടന്ന ഫെറയെ സമീറ പൊതിഞ്ഞു പിടിച്ചു. ആളാകെ ക്ഷീണിച്ചു. നിങ്ങൾ സുർമി കൂട്ടാൻ വന്നതാണോ? അവൾ 5 മിനിറ്റ് ആയല്ലോ പോയിട്ട്. വാപ്പച്ചയെ നോക്കിയാണ് അവൾ മറുപടി പറഞ്ഞത്, വാക്കുകളിൽ വിനയവും നിഷ്കളങ്കതയും. ആണോ? മയക്കാറ് കണ്ടപ്പോൾ പോകുന്ന പോക്കിൽ അവളെയും കൂട്ടി പോകാമെന്ന് വെച്ചു. ഇനി സാരില്ല, സമീറയാണ് മറുപടി പറഞ്ഞത്. മറുപടി അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നാ ഞങ്ങൾ പോയാലോ? അല്ല, നിനക്കപ്പേ ബസ്? സമീറ ചോദിച്ചു. എന്നും കയറാനുള്ള ബസ് പോയി. ലൈബ്രറിയിൽ കയറേണ്ട ആവശ്യം വന്നു. ധൃതി പിടിച്ച് ഓടിച്ചു വന്നപ്പോഴേക്കും അത് പോയി. ആണോ? ഇനി എപ്പോഴാണ് മോളെ ബസ്? ഒത്തിരി ലേറ്റ് ആവുമോ? ഇല്ല സുമിത്ത, 5-10 മിനിറ്റ് അതിനുള്ളിൽ വരേണ്ടതാണ്. എന്നാ ഞങ്ങൾ പോയാലോ? വാപ്പച്ചി പോവാം. ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി കൊടുത്ത് സമീറ വാപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, ഈ മഴ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ മോള് വീട്ടിലെത്തുമ്പോഴേക്കും ഒത്തിരി വൈകില്ലേ? പോകുന്ന വഴിക്ക് മഴ പെയ്താൽ ആകെ പെട്ടുപോകും. കൂടെയൊന്നും എടുക്കാത്തതല്ലേ. മോൾ കയറി, ഞങ്ങൾ കൊണ്ടുവിടാം. അതുവരെ അവരുടെ സംഭാഷണം കേട്ടുനിന്ന വാപ്പച്ചി പറഞ്ഞു. വാക്കുകളിൽ അതൃപ്തിയോ ഇഷ്ടക്കേടോ ഒന്നും തന്നെ ഇല്ല. കേട്ടത് വിശ്വസിക്കാനാവാതെ സഫയും സമീറയും അയാളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ സന്തോഷത്തോടെ അവളത് നിരസിച്ചെങ്കിലും അയാൾ വീണ്ടും സ്നേഹത്തോടെ പറഞ്ഞപ്പം അവൾക്ക് അനുസരിക്കാതിരിക്കാനായില്ല. കാർ മുന്നോട്ടെടുത്തതും സമീറയും സഫയും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു.
മുഖത്ത് ഗൗരവമില്ലെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരിളം പുഞ്ചിരിയിൽ അയാൾ അതൊക്കെ കേട്ടിരുന്നു. മുഖഭാവത്തിൽ നിന്നും അയാൾ പൂർണ്ണ തൃപ്തനായ സന്തോഷവാനാണെന്നതും സമീറയെ കൂടുതൽ സന്തോഷിപ്പിച്ചു. വീട്ടിലെ വിശേഷങ്ങൾ സമീറ ചോദിച്ചപ്പോഴാണ് ഷെറി മാസം തികഞ്ഞിരിക്കുകയാണെന്നും ഇനി കൂടിയ ഡെലിവറിക്ക് 10-15 ദിവസം കൂടി ഉള്ളൂ എന്നും പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞതും അയാൾ നല്ലൊരു ബേക്കറി വണ്ടി നിർത്തി. അത്യാവശ്യം വലിയൊരു ബേക്കറിയാണ്. അയാൾ അവരോട് ഒന്ന് പറഞ്ഞ ശേഷം ബേക്കറിയിലേക്ക് കയറിപ്പോകുന്നത് സമീർ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. സഫ, ഇപ്പം വാപ്പച്ച എന്തിനാ ബേക്കറിയിലേക്ക് പോയതെന്നറിയോ? സമീറിൻ്റെ വാക്കുകളിൽ കുസൃതി നിറഞ്ഞു. സാധനം വാങ്ങാൻ. ആർക്ക്? എൻ്റെ പൊട്ടി, നീ നേരത്തെ പറഞ്ഞില്ലേ ശരിക്ക് ഡെലിവറി എടുത്തു എന്ന്. അപ്പം നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ അവൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കാനാണ്. ആണോ? സത്യേറ്റു? നിഷ്കളങ്കതയോടെ സഫ ചോദിച്ചു. ആന്ന്. നീ ശ്രദ്ധിച്ചോ? നീ ഓരോന്ന് പറയുമ്പോഴും വാപ്പച്ചി നല്ല ഹാപ്പി ആയിട്ടാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു ആൾ നല്ല കൂളാണല്ലോ എന്ന്. കേട്ടറിഞ്ഞ വാപ്പച്ചി നല്ല ദേഷ്യക്കാരനും ഗൗരവക്കാരനുമാണല്ലോ എന്നൊക്കെ. അതേടി, വാപ്പച്ചി നിങ്ങളുടെ റിലേഷൻ അറിഞ്ഞ ശേഷം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പക്ഷെ നിന്നെ ഇന്ന് കണ്ടപ്പോൾ മുതൽ ആൾക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. വാപ്പച്ചി തന്നെ മുൻകൈയെടുത്ത് വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് നിന്നെ കാറിൽ കയറ്റി. ഇപ്പോൾ സാധനം മേടിക്കാൻ പോയേക്കുന്നു. ആകെ കൂടെ അത്ഭുതം തോന്നുക. കേട്ടപ്പോൾ സമീറ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സഫക്കും തോന്നി. എടി ഭയങ്കരി, നീ ഇപ്പം തന്നെ അമ്മായിയപ്പനെ കുപ്പിയിലാക്കിയല്ലോ. അവളുടെ ചുണ്ടിലെ ചിരി കണ്ടതും കുസൃതിയോടെ സമീറ പറഞ്ഞു. അതെ, സെമിത്താടെ കയ്യിൽ ഫോണുണ്ടോ? അത് കേട്ട് ചിരിച്ചെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ചോദിച്ചു. ആ ഉണ്ട്. എന്നാ? എന്തിനാ? ചോദിക്കുന്നതിനോടൊപ്പം ഡാഷ്ബോർഡിൽ നിന്നും ഫോൺ എടുത്തു കൊടുക്കുകയും ചെയ്തു സമീറ. അതൊക്കെയുണ്ട്, ഒരു സർപ്രൈസ്. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വാങ്ങി നമ്പർ ഡയൽ ചെയ്ത് കാർഡോർ ചേർത്തു. മറുവശത്ത് ഫോൺ എടുത്തതും ചുരുങ്ങിയ വാക്കുകളിൽ അവൾ വീട്ടിലേക്ക് വരുന്നതും വാപ്പച്ചിയുടെ മാറ്റവും അവൾ പറഞ്ഞു. ഇപ്പം ചെറുതായി തോന്നിയ സോഫ്റ്റ് കോർണർ വാപ്പച്ചി അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും എങ്ങനെയെങ്കിലും മുഴുവനാക്കി കയ്യിൽ കൊടുക്കണമെന്നൊക്കെ അവൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. 2 കൈയിലും സാധന നിറത്തെ കവറുമായി വരുന്ന വാപ്പച്ചയെ കണ്ടതും അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് സമീറയെ ഏൽപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും വാപ്പച്ചി വരുന്നത് കണ്ടപ്പം സമീറ മൗനം പാലിച്ചു. കാറ് വെങ്ങോട്ട് വീടിൻ്റെ മുറ്റത്തായി കൊണ്ടു നിർത്തി. സമീറ ആദ്യമായി കാണുകയായിരുന്നു വീട്. അന്ന് അപമര്യാദയെ സംസാരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഓർക്കും വാപ്പച്ചിക്ക് ഇറങ്ങാൻ ഒരു ജാള്യത തോന്നിയിരിക്കണം. അത് മനസ്സിലായ പോലെ സഫ ഇറങ്ങാൻ അയാളെ നിർബന്ധിച്ചു. സഫ, നീ ചെല്ലേ, ഞാൻ വാപ്പച്ചിയുമായി വരാം. ദേ ഫറ, ഉറങ്ങി. നീ അവളെ കൊണ്ടുപോയി കെടുത്ത്. സ്നേഹത്തോടെ സമീറ പറഞ്ഞപ്പം അവൾ വാപ്പച്ചിയെ സ്നേഹത്തോടെ ഒന്നുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി മുൻവശത്തെ ഡോർ തുറന്ന് സമീറിൻ്റെ മടിയിൽ നിന്നും മെല്ലെ ഫെറയെടുത്ത് തോളിലിട്ട് നടന്നു. വാപ്പച്ചി, അവസാനമായി പറയാം, ഇതിന് നല്ലൊരു കുട്ടിയെ സൽമാൻ എനിക്ക് കിട്ടൂല. കുറേ സ്വത്തിലും പണത്തിലും പേരിലൊന്നും കാര്യമില്ല. 4 ആളെ കണ്ട പെരുമാറാൻ അറിയണം. സഫയെ നോക്കു വാപ്പച്ചി, എന്ത് നല്ല പെരുമാറ്റമാണ്. ഈ വീട്ടിൽ നിന്നും എത്ര അപമര്യാദയോടെ പെരുമാറിയാണ് വാപ്പച്ചി എന്ന് ഇറങ്ങിയത്. എന്നിട്ടും അവൾ എന്തൊരു വിനയത്തിലും നിഷ്കളങ്കതയോടെയാണ് വാപ്പച്ചിയോട് പെരുമാറുന്നത്. വലിയടുത്ത് വീട്ടിലേക്ക് ഇതിലേറെ നല്ലൊരു കുട്ടിയെ വാപ്പച്ചിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതുതന്നെയാണ് മഷുവിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. അവനും പാവ, സ്നേഹമുള്ളവനാ. ഞാൻ കണ്ടില്ലെങ്കിലും സൽമാനിലൂടെ ഞാൻ അവനെ അറിഞ്ഞിട്ടുണ്ട്. വാപ്പച്ചി, ഇനി വീടും കുടുംബമാണ് പ്രശ്നമെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. വലിയ വീടും തറവാടും ഏക്കർ കണക്കിന് സ്ഥലവും. എന്നിട്ടിപ്പോൾ എന്തുണ്ട്? അത് അനുഭവിക്കാൻ വല്ല യോഗവും ഉണ്ടായോ? ആ വീട്ടിൽ ഞാൻ നിന്ന ഓരോ നിമിഷവും ഞാൻ നീറിയാ ജീവിച്ച്. ഒരവകാശം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് റംസിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ വീടിൻ്റെ വലിപ്പം പോലും ഇല്ലാത്തൊരു വീട്, ജീവിച്ചു പോകാൻ ഒരു ജോലി, അതുമാത്രമാണ് ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായുള്ളത്. പക്ഷേ ഞങ്ങളുടെ ജീവിതം സന്തോഷമാണ്. ആ ചെറിയ വീട്ടിലും ഞങ്ങൾക്ക് പടച്ചോൻ തന്നതിലും ഞങ്ങൾ പരിപൂർണ്ണ തൃപ്തരാണ്. ഇപ്പം സമാധാനം എന്താണെന്ന് ആവോളം അറിയാൻ പറ്റുന്നുണ്ട്. മതിവരോളം ഞങ്ങളെ മക്കളെ കൊഞ്ചിക്കാനും ഞങ്ങൾക്ക് പരസ്പരം അനുസരിച്ച് സ്നേഹിക്കാനും പറ്റുന്നുണ്ട്. തറവാട്ടിലുള്ളവരെ കാണാൻ ഓരോ ആഴ്ചയും റംസിക്കാൻ ഞാനും ചെല്ലുമ്പോൾ ഇപ്പോഴും എന്തിന് ഇന്നലെ പോലും കടുത്ത അപകടം നേരിട്ടാണ് ഞാനവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. വാപ്പച്ചി, വീണ്ടും പറയണേ, കുടുംബത്തിലെ പേര് കേട്ട തറവാട്ടുകാരാണെന്ന് പറയുന്നതിലല്ല കാര്യം. സ്നേഹവും സമാധാനവും സന്തോഷവും അതാണ് വലുത്. അത് മാത്രമാണ് വലുത്. സമീറ വാപ്പച്ചിയുടെ കൈകളിൽ പിടിച്ചാണ് അത്രയും പറഞ്ഞു തീർത്തത്. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അയാളുടെ മൗനം സമ്മതത്തിനുള്ള ശുഭസൂചനയായി തോന്നി സമീറക്ക്. വാപ്പച്ചി, ഇറങ്ങാം, അവൾ അയാളോട് ചോദിച്ചു. എന്തൊക്കെയോ ആലോചിക്കുകയാണെന്ന് അയാളുടെ മുഖത്ത് നിന്ന് വ്യക്തം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പഠിച്ചോനെ, ഇനിയെങ്കിലും ആരും വിഷമിപ്പിക്കാത്തൊരു തീരുമാനം ബാപ്പച്ചിയുടെ മനസ്സിൽ തോന്നിപ്പിക്കണേ, അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു.
ഡോറ് തുറന്ന് ഇറങ്ങാനായി വാപ്പച്ചിയും വാപ്പച്ചിയുടെ ഡോറിൻ്റെ വശം ഒരാൾ കുനിഞ്ഞു നിന്ന് ഗ്ലാസ്സിൽ നിന്ന് മുട്ടിക്കൊണ്ട് വാപ്പച്ചിയുടെ ശ്രദ്ധ ആകർഷിപ്പിച്ചു. പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് വാപ്പച്ചി തല തിരിച്ചു നോക്കിയതും വാപ്പച്ചിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വാപ്പച്ചി? സമീറ സംശയത്തോടെ നെറ്റി വിളിച്ചു. മഷു? അയാളുടെ ചുണ്ടുകൾ മൊഞ്ഞു. പതുക്കെയാണെങ്കിലും വാപ്പച്ചി പറഞ്ഞത് സമീറ വ്യക്തമായി കേട്ടു. അത്ഭുതത്തോടെ കേട്ടത് വിശ്വസിക്കാനാവാതെ സമീർ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തോടെ ഒന്നുകൂടെ നോക്കി. ചുണ്ടിൽ ശാന്തമായ ഒരിളം പുഞ്ചിരി, അലസമായി വളർന്ന താടിയും മീശയും. ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടോ മനസ്സിലെ സംഘർഷം കൊണ്ടോ മുഖത്തെ ക്ഷീണം തെളിഞ്ഞു കാണാം. കണ്ണുകൾ ഉറക്കമുണർന്ന് എന്നേറ്റ പോലെ വീർത്തു കെട്ടിയിരിക്കുന്നു. നീണ്ട കോലമുടി അവൻ കുനിഞ്ഞു നിൽക്കുന്നതിനേക്കാൾ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. വിടർന്ന കണ്ണുകളോടെ കണ്ണൊന്ന് ചിമ്മുക പോലും ചെയ്യാതെ സമീർ അവനെ നോക്കിക്കണ്ടു. സുർമിയുടെ മഷു. അവളുടെ ഉള്ളം മന്ത്രിച്ചു. തുടരും. മഷു എന്ന് വന്നു. ഈ മഷുവും സുർമിയും ഒന്നിക്കുമോ? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പത്തിൽ ബലക്കണം കൊണ്ട് പ്രസ് ചെയ്തോളൂ. ഇന്നത്തെ എൻ്റെ അവതരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജാള്യത തോന്നിയോ അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു.